ഉമ്മൻചാണ്ടി വിളിച്ചു പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അവിടെ ചക്കപ്പുഴുക്ക് തിന്നോണ്ടിരുന്ന പാർട്ടി താണ്ടല്ലേ ചക്കപ്പുഴുക്ക് ഉണ്ടായിരിക്കണം. ചൂടുള്ള വാർത്ത. വികസന തീരം ഉണരുന്നു. വിഴിഞ്ഞത്ത് ആദ്യ ചരക്ക് കപ്പലെത്തി. പിണറായി സർക്കാർ സിന്ദാബാദ്. സഖാക്കളുടെ ഉളുപ്പ് വിറ്റ വകയിൽ ഖജനാവിൽ വന്നു ചേർന്നത് 2000 കോടി രൂപ. പൊട്ടിച്ചിരിച്ച് പത്രമല്ലേ അല്ലേ സുഹൃത്തുക്കളെ? അങ്ങനെ വിഴിഞ്ഞം നമ്മൾ അഭിമാന നേട്ടത്തിലെത്തിയിരിക്കുന്നു. ഈ പിണറായി സർക്കാർ വേണ്ടി വന്നു വിഴിഞ്ഞത്തൊരു കപ്പല് വരാൻ. കപ്പല് കൊണ്ടുവരുമെന്ന് പറഞ്ഞാ കൊണ്ടുവന്നിരിക്കും കപ്പിത്താൻ. അതാണ് ഞങ്ങളുടെ കപ്പിത്താൻ. ഞങ്ങൾക്ക് ഒരു കപ്പലുണ്ട്, കപ്പലിലൊരു കപ്പിത്താനുണ്ട്. കപ്പൽ ഏത് നിമിഷവും മുങ്ങാം. അതിലാദ്യം ചാടി ഇറങ്ങുന്ന CPI ആയിരിക്കും. ഉളുപ്പെന്ന് പറയണതുണ്ടോടോ. എന്റെ സുഹൃത്തുക്കളെ, ഇതേ പത്രം തന്നെ 2016 എഴുതിയിരുന്നു. തീരത്ത് എന്തെന്ന് കടൽ കൊള്ളയെന്ന്. അദാനിക്ക് തീരെ എഴുതി കൊടുത്തു എന്ന്. നമ്മുടെ ഉമ്മൻചാണ്ടി, നമ്മുടെ കുഞ്ഞൂന് അഹോരാത്രം പണിയെടുത്ത് കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഈ വിജയത്തെ ഇങ്ങനെ ആഘോഷിക്കാൻ നിങ്ങൾക്ക് ഉളുപ്പില്ലല്ലോ. അല്ല, ഈ കടൽ കൊള്ള എങ്ങനെ ഇപ്പൊ വലിയ വികസന തീരമായി മാറി? എടോ, വിഴിഞ്ഞത്ത് ഒരു കല്ല് കൊണ്ടിട്ടാൽ അതങ്ങോട്ട് തുറമുഖം ആകില്ല. പണിയെടുക്കണോ? 80% ഞങ്ങൾ ആ പണിയെടുത്തെന്ന് പറഞ്ഞോണ്ട് പണഞ്ഞോണ്ട് എടുക്കാൻ നിങ്ങൾക്ക് ഉളുപ്പില്ലേടോ? എടോ, കേന്ദ്രത്തിന്റെതാണോ? മാത്രമല്ല 818 കോടിയാണ് നിങ്ങളുടെ കേന്ദ്രം അങ്ങോട്ട് പുളുത്തിയത്. ബാക്കി 5000ന്റെ കണക്ക് ഞങ്ങളുടെ ആണോ അങ്ങോട്ട്? ഈ 800 5000 ഏതാ വലുത്? 800 തന്നെയാണല്ലേ? തനിക്ക് കണക്ക് അറിയത്തില്ലടോ. 5000 വരെ തന്നെ. എന്റെ സുഹൃത്തുക്കളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവരെ പ്രതിപക്ഷം ഇരുന്നോണ്ട് കല്ല് കൊണ്ടിട്ടിട്ട് വികസനം അവരുടേതാണ്. കുഞ്ഞുകുഞ്ഞിന്റെ പേരിടണമെന്നില്ല. എടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. പേരിടണമെന്ന് ആരും പറഞ്ഞില്ല. പേരിട്ടില്ലെങ്കിലേ നിങ്ങളിപ്പോ പേരിട്ടില്ലെങ്കിൽ ഞാൻ കൂടെ ഒന്നുമില്ലടോ. നിങ്ങൾ സുധാകർജിയാണല്ലോ പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ പേരിടണമെന്ന്. പേരിട്ടില്ല ഞാൻ കൂടെ ഒന്നുമില്ലടോ. നിങ്ങൾ ഇട്ടില്ലെങ്കിലേ സാധാരണക്കാരുടെ ജനങ്ങളുടെ മനസ്സിൽ കുഞ്ഞുന്ന പേര് സംസാരിക്കണ്ട. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു തന്നത് മറ്റൊന്നുമല്ല. എല്ലാ സർക്കാരിന്റെ കാലത്തും ഇങ്ങനെ തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ഒരു സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവരും. അത് രണ്ടാമത് വരുന്ന സർക്കാർ ഏതാണോ അത് ഇടതു വലത് പക്ഷമില്ലാതെ തന്നെ അത് നമ്മുടെ നാടിന് നല്ലതാണെങ്കിൽ നടപ്പിലാക്കണം. മാത്രമല്ല സുഹൃത്തുക്കളെ, ഇവിടെ ഒരു ചെക്ക് വെച്ചിട്ടുണ്ട് അദാനി. കാരണം ഇത് നടപ്പിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. ആ നഷ്ടപരിഹാരം നേരത്തെ പറഞ്ഞ ഈ 5000 കോടി ഉണ്ടല്ലോ, അതൊന്നും നിക്കില്ല. നിക്കർ കേറി. അതുകൊണ്ടാണ് ഇതങ്ങോട്ട് ഏറ്റെടുത്ത് തുടങ്ങിയത്. സുഹൃത്തുക്കളെ, ഈ വികസന നേട്ടത്തിനരികെ നമ്മളെ എത്തിച്ചത് പിണറായി സർക്കാരാണ്. സുഹൃത്തുക്കളെ, എനിക്ക് ഒരു പോയിന്റ് കൂടെ ആഡ് ഓൺ ചെയ്യാനുണ്ട്. ഇയാൾ നേരത്തെ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിയല്ലോ. വിഴിഞ്ഞം തുറമുഖത്ത് കഴിഞ്ഞ വർഷം മുഴുവൻ നടന്ന മത്സ്യത്തൊഴിലാളികളുടെ സമരം ഓർമ്മയുണ്ടല്ലോ. അന്ന് ഇവരെന്താ പറഞ്ഞുകൊണ്ട് വന്നത്? അദാനി അങ്ങനെയാണ്, മോദിജിയാണ് ഇതിനെല്ലാത്തിനും കാരണം, കേന്ദ്ര സർക്കാരാണ് അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ നിങ്ങൾ കിടന്ന് അട്ടഹസിച്ചത്. വിഴിഞ്ഞത്ത് എന്താണ് നടന്നത്? പറയുന്നില്ല ഇവരുടെ ഉമ്മൻചാണ്ടി സഖാവിന്റെ നേട്ടമാണെന്ന്. എന്തിനാണോ സോറി ഞങ്ങൾക്കെല്ലാം സഖാവ് ചേർത്തേ വരുള്ളൂ. ഉമ്മൻചാണ്ടി കൊണ്ട് കല്ലിട്ടതുകൊണ്ടാണ് അവിടെ തുറമുഖം പൊട്ടിമുളച്ചതെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ഓക്കെ, സമ്മതിച്ചു. എന്നിട്ട് എന്തിനാണോ നിങ്ങൾ ഇതേ കോൺഗ്രസ്സുകാര്, നിങ്ങളുടെ കുഞ്ഞുഞ്ഞിന്റെ പാർട്ടിക്കാര് പറഞ്ഞോ, പാർട്ടിക്കാര് വിഴിഞ്ഞത്ത് സമരം നടത്തിയ ആ സഭക്കാരുടെ കൂടെ നിന്നോണ്ട് ഈ പദ്ധതി പൊളിക്കാൻ നോക്കിയത്? നോക്കിയതല്ലടോ. ആദ്യം പ്രശ്നം വരുമ്പോൾ ജനങ്ങളുടെ കൂടെ നിൽക്കണം. ശേഷം അതിന് പ്രശ്ന പരിഹാരം കണ്ടുപിടിക്കണം. പ്രശ്ന പരിഹാരം കണ്ടതിന് ശേഷം പദ്ധതിയുമായി മുന്നോട്ട് പോകണം. അങ്ങനെ വേണം ചെയ്യാൻ. പദ്ധതി മുക്കാൽ ഘട്ടത്തിൽ എത്തി നിന്നപ്പോഴാണ് കോൺഗ്രസ് അജാതി നാറിയ കളി കളിച്ചത്. അയ്യോ, ഈ പദ്ധതി അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സഭക്കാരുടെ കൂടെ നിന്നോണ്ട് ആൾക്കാരെ പുറത്തുനിന്ന് ഇറക്കി സമരം ചെയ്യും. ഛർദിന് വാരി കുടിക്കാനേ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ പോലെ അല്ലാതെ ഇവിടെ ആർക്ക് നന്നായി കഴിയും. എന്നിട്ട് തീർന്നില്ല, അവിടം കൊണ്ടും തീർന്നില്ല. എന്നിട്ട് ഈ പദ്ധതി എങ്ങനെയും ഉപേക്ഷിക്കാൻ ഇഞ്ചാതി നാറിയ കളി കളിച്ചിട്ടാണ് ഇവമാരിത് പറയുന്നത്. ആ സമരത്തെ നെഞ്ചും വിരിച്ച് നേരിട്ടത് ഈ പിണറായി സർക്കാരാണ്. ഒരു തരത്തിലും പദ്ധതി അവസാനിപ്പിക്കില്ലെന്നും ഒരിഞ്ച് പിന്നോട്ട് പോകില്ലെന്നും സമരം ചെയ്യുന്നവന്മാരൊക്കെ അങ്ങ് ചെയ്തോട്ടെ എന്ന് ഞങ്ങളുടെ സഖാവ് പറഞ്ഞു. നിങ്ങൾ ദണ്ണമുണ്ടായിരിക്കുമല്ലേ? മുള്ളും
ഉയർത്തെഴുന്നേറ്റത്. എടോ 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 നല്ല ആശ്വാസമുള്ള ഉയർത്തെഴുന്നേറ്റപ്പോൾ എന്താ ഈ സാധാരണക്കാർ ചോദിക്കുന്ന ചോദ്യത്തിന് കൂടെ മറുപടി പറയണോ? നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ എന്നാണ് അവരുടെ ചോദ്യം. ഉണ്ടോ ഉണ്ടോ കൊണ്ടുവന്നോ എടോ അവിടെ പിണറായി വിജയൻ പിണറായി സഖാവിന്റെ പേരാണ്. എങ്ങനെ എങ്ങനെ പിണറായി സഖാവിന്റെ പേര് നിങ്ങൾ ഇവിടെ കിടന്ന് എത്ര കിടന്ന് മെഴുകിയാലും പിണറായി പോലല്ല വിജയൻ പോർട്ട്. വിജയൻ പോർട്ട് ഒരു കപ്പൽ വന്നതല്ലേ ഉള്ളൂ. അത് വന്നോട്ടെ. അതേ പറഞ്ഞ വന്ന് നിന്നോട്ടെ കേട്ടോ. ഒരു വള്ളമെങ്കിലും വന്നോടോ. വള്ളം വന്നില്ല, പകരം കപ്പല് വന്നടോ. എടോ കപ്പല് വരാൻ വേണ്ടിയുള്ള രൂപീകരണത്തിനായിരുന്നോ വിഴിഞ്ഞ പോർട്ടിന്റെ പദ്ധതി തുടക്കം വിട്ടത്. അല്ലാതെ പിന്നെ എവിടെ വരും? അങ്ങനെയാണ് ഞങ്ങൾക്ക് വീട്ടിൽ ചോദിക്കാനുണ്ട്. കേരളയിൽ കൊണ്ടുവരാൻ ഈ സർക്കാർ എന്തെല്ലാം നീക്കങ്ങൾ നടത്തി, എന്നിട്ട് അതിനെ അട്ടിമറിക്കാനല്ല ഇവിടുത്തെ കോൺഗ്രസ്. അവരെങ്ങാനോ ഇനി അധികാരം എത്തില്ല, അഥവാ വന്നാൽ സാധാരണക്കാരുടെ അടുക്കളക്കകത്തൂടെ അല്ലടോ പോയത്, സാധാരണക്കാരുടെ നെഞ്ചത്തൂടെ അല്ലടോ കേരളയിൽ പോകുന്നത്. ഈ വിഴിഞ്ഞ പദ്ധതിയിൽ അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ അതിന് പ്രശ്ന പരിഹാരങ്ങൾ നടത്തിയിട്ടല്ലടോ ചെയ്യുന്നത്. കാൽ മടക്കി കൊട്ട ഇങ്ങോട്ട് വാ ഒഴിക്കാനായിട്ട്. എടോ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ അഹമ്മദ് ദേവർ കോവിൽ എന്ന് പറയുന്ന ഒരു അദ്ദേഹം ഉണ്ടായിരുന്നു. എടോ നിങ്ങൾക്കൊരു തുറമുഖ മന്ത്രി ആയിരുന്നു മുൻ ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേരെങ്കിലും നിങ്ങളുടെ ഈ നോട്ടീസിൽ വെക്കോ? എങ്കിൽ അദ്ദേഹത്തിന്റെ ക്ഷണം അതെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ എല്ലാം എനിക്ക് തന്നെ നേടണം. അതെ, എല്ലാം എനിക്ക് തന്നെ നേടണം. ഈ ക്രെഡിറ്റ് എല്ലാം എനിക്ക് തന്നെ വേണം. പരമ കഷ്ടം തന്നെ. അവിടെ ഒത്തുകൂടി നാട്ടുകാരൊക്കെ പിണറായി വിജയൻ കി ജയ് എന്നല്ല വിളിച്ചത്, കുഞ്ഞൂന് കി ജയ് എന്നാ വിളിച്ചത്. എവിടെ സാധാരണക്കാർക്ക് നിങ്ങൾ ആരെയായി പറഞ്ഞു നാണില്ലേടോ? നാണില്ലടോ. ഇതേ പത്രം തന്നെയാണ് 2016 പറഞ്ഞത് വിഴിഞ്ഞ തുറമുഖത്തിന്റെ കള്ളക്കളികൾ എന്നൊക്കെ പറഞ്ഞു. അതേ പത്രം ഇതാ ഇന്ന് പറയുന്നത് വികസന തീരം ഉണരുന്നു. അതെ, അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ അഴിമതിയെ ഞങ്ങൾ വെട്ടിമാറ്റി. അഴിമതിയെ വെട്ടി മാറ്റിയിട്ട് ഇപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്? അപ്പോ ഇപ്പോൾ വികസനം. അതെ, വെട്ടിമാറ്റി അഴിമതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മര്യാദക്ക് ഞാൻ അവിടെ ചക്കപ്പുഴുക്കം തിന്നുകൊണ്ടിരുന്നതാ. നക്കി പഠിക്കുക നാടൻ ചക്ക പോണില്ലേ? അല്ല സുഹൃത്തുക്കളെ, ആദ്യം 2 കമ്പുകോലും വെച്ചിട്ട് ഒരു കപ്പൽ വന്നവൻ പറഞ്ഞു അതാണ് കപ്പൽ, അവിടെയാണ് കപ്പൽ, അത് ദാ വന്നു കഴിഞ്ഞു, ദാ വികസന തീരം തുറക്കുന്നു, ദാ വികസന തീരം ദാ വരുന്നു എന്നായിരുന്നല്ലോ. അന്ന് ഈ പറഞ്ഞ ലക്ഷങ്ങൾ മുടക്കിയാണ് ഉദ്ഘാടനം നടത്തിയല്ലോ. അത് നാളെ അപ്പൊ എന്താ നടക്കുന്നേ? ഉദ്ഘാടനം. അപ്പൊ അന്ന് നല്ല ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു അല്ലേ? അപ്പൊ ഇതിനൊക്കെ ഈ ചിക്കിളി എവിടുന്ന് വരുന്നു? ഖജനാവ് ഉണ്ടല്ലോ. കുടുംബ സ്വത്താണോ? ആണോ? അല്ലല്ലോ. സാധാരണക്കാരെ ടാക്സ് ആണല്ലോ. ആരുടെ വികസനം? ആരുടെ വീട്ടിന്റെ വികസനം? ആരെ കാണിക്കാൻ? ആരെ കാണിക്കാൻ? സാധാരണക്കാരെ ജനങ്ങൾക്ക്. ഞങ്ങളുടെ പാർട്ടി പത്രം അന്ന് കൊടുത്ത വാർത്ത അന്ന് അതിന് പിന്നിൽ നടക്കുമായിരുന്ന അഴിമതികളെ കുറിച്ചാണ്. അയ്യോ, ഇന്ന് അഴിമതികൾ ഇല്ലാതെ ആ പദ്ധതി പൂർത്തിയാക്കിയതിനെ കുറിച്ചാണ് ഞങ്ങളുടെ പാർട്ടി പത്രം കൊടുത്തിരിക്കുന്നത്. എന്നാ എന്തുകൊണ്ട് അന്ന് ദേശാഭിമാനി ഇത്തരം അഴിമതികളെ ചൂണ്ടിക്കാണിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കട്ടൗട്ട് പഴയ പത്രത്തിന് കൊടുത്തില്ല? നട്ടല് വേണോടോ? നട്ടലിലാണോ നിൽക്കുന്നത് നമ്മള്? അതെ അതെ, നിങ്ങൾ നട്ടലിൽ തന്നെ നിൽക്കുന്നത്. ആരാന്റെ നട്ടൽ ഊരി പിടിച്ച് നിൽപ്പുണ്ട്. ഊരിപ്പിടിച്ച വാളിനിടയിലൂടെ നടന്ന ഞങ്ങളുടെ വിജയൻ സഖാവാണ്. അതെ, വിജയൻ സഖാവ് ക്ലിഫ് ഹൗസിൽ തുള്ളുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം ഈ യാഥാർത്ഥ്യമായത്. അയ്യോ, ഓരോ കല്ലും ചുമന്ന് പറക്കി അദ്ദേഹമാണല്ലോ കൊണ്ട് അവിടെ ഇട്ടത് അല്ലേ? തന്നെ വിളിച്ചോ താൻ തുപ്പിയ ഞാൻ വേണ്ട കാർ തുപ്പോടും. സുഹൃത്തുക്കളെ, എനിക്കൊരു വിഴിഞ്ഞത്ത് ഞങ്ങളുടെ വികസനത്തിന്റെ മറ്റു പരിപാടികളിലേക്ക് കടക്കാനുണ്ട്. യുവരക്തങ്ങളെല്ലാം അവിടെ തന്നെ എത്തണമെന്നും ഇന്ന് രാത്രി മുതൽ നാളെ വൈകുവോളം അവിടെ ഉണ്ടാകണമെന്നും. എന്തിനാ? കപ്പൽ തടയാനോ?
നിങ്ങൾ സതീശനും കൂട്ടനും അങ്ങോട്ട് ചെല്ല് കപ്പല് തടയാനായിട്ട്. ഞങ്ങൾക്ക് നമ്മൾ വേണ്ട. തുളയിടും, തുള. തൊള്ളയിട ഇങ്ങോട്ട് വരണം, തൊള്ളയിട്ട്. എന്നിട്ട് ഇപ്പൊ കരഞ്ഞോണ്ട് നടക്കുക. ഉമ്മൻചാണ്ടിയുടെ പേര് കൂട്, ഉമ്മൻചാണ്ടിയുടെ പേര് കൂട്, വിഴിഞ്ഞ ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ കുഞ്ഞാണെന്ന്. എടാ, ആരുടെ കുഞ്ഞാണെന്ന്, ആരെയാണ് താലോലിച്ച് വളർത്തിയെന്നും കുഞ്ഞിനെ ആരാണ് കുളിപ്പിച്ചില്ലാതാക്കിയതെന്നും നാട്ടിലെ ജനങ്ങൾക്കറിയാം. താൻ തന്റെ പത്രം എത്ര പടച്ചുവിട്ടാലും അവർക്കറിയാം. കേട്ടോ? അതുകൊണ്ട് കൂടുതലും കൊണ്ട് കളിക്കണ്ട. നിങ്ങളെല്ലാവരെയും ഞങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളെ, ഇവർക്ക് ഏറ്റവും കൂടുതൽ പണി കൊടുത്തിട്ടുള്ളത് ഇവരുടെ ഈ പാർട്ടി പത്രത്തിന്റെ ഗോവിന്ദ മാഷ പാർട്ടി പത്രത്തെ കൂട്ടിയിട്ട് കത്തിക്കാനുള്ള ആഹ്വാനം കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ന്യായീകരിക്കുക ഒരാൾ. ഞാനങ്ങോട്ട് എങ്ങോട്ടാ? പോർട്ടിലോട്ട്. ഓ, പോക്കോ, അതുവഴി പോക്കോ. കപ്പല് വന്ന്, കപ്പല് ജങ്ക ജഗ ജഗ മുതലാളി, ജങ്ക ജഗ ജഗ. എന്റെ സതീശന്റെ കുഞ്ഞുനെ, സതീശനാ കാശ് കൊടുത്തിറക്കിയതല്ലോ. നാളെ കാണാം.